പെൺകെണി, തേൻകെണി, ഹണി ട്രാപ്പ് എന്നീ പദങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന് സുപരിചിതമാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെട്ട ക്രിമിനൽ സംഘങ്ങളുടെ വലയിൽപ്പെട്ട് നിരവധി ആളുകൾക്കാണ് പണവും മാനവും നഷ്ടമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നമ്മുടെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും നിരന്തരം സംപ്രേഷണം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മാനവും പണവും മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഇത്തരത്തിൽ ഇരയാക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെറുപ്പക്കാർ മുതൽ വൃദ്ധർ വരെ ഇത്തരം തേൻകണിയിലും പെൺകണിയിലും പെട്ട് വീണു പോകാറുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും തേൻകണിയുടെയോ ഹണി ട്രാപ്പിൻ്റെയോ പരിധിയിൽ വരുന്നതാണോ എന്ന സ്വാഭാവികമായ സംശയം ജനങ്ങൾക്കിടയിൽ സജീവമാകുകയാണ്. ഇതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നാൽ, അയാൾ അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ നിയമം മൂലം അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുകയില്ല. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകണം, പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാവണം അത്തരമൊരു ബന്ധമുണ്ടായത്, പൂർണ്ണ സ്വബോധത്തോടു കൂടിയായിരിക്കണം പെൺകുട്ടി ആ ബന്ധത്തിന് തയ്യാറായത് എന്നീ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പരിശോധിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ രാഹുലിനെതിരെ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ എന്ന് പറയപ്പെടുന്ന വോയിസ് ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും പരിശോധിച്ചാൽ ഇത്തരത്തിൽ പൂർണ്ണ സമ്മതത്തോടു കൂടി, പരസ്പര സമ്മതത്തോടു കൂടിയുള്ളൊരു ബന്ധമായിരുന്നു ഈ പറയുന്ന ഇര എന്ന പെൺകുട്ടിയും രാഹുലും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നതാണ്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ശബ്ദരേഖയുടെ ചില ഭാഗങ്ങളും ചാറ്റ് സ്ക്രീൻഷോട്ടിൻ്റെ ചില ഭാഗങ്ങളും മാത്രമായി പുറത്തേക്ക് വിടുന്നതും രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നതും എന്നുമുള്ള ചിന്തയിൽ നിന്നാണ് മലയാളി സമൂഹത്തിനിടയിൽ നിന്ന് രാഹുലിന് വലിയ പിന്തുണ ലഭിക്കുന്നത്. ഇവിടെ നാം ഓർക്കണം, ഈ ആരോപണം ഉയർന്ന് 4-5 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അയാൾക്കെതിരെ ഔപചാരികമായ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഔപചാരികമായി ഒരു പരാതിക്കാരി പോലും രംഗത്തെത്തിയിട്ടുമില്ല. എന്നിട്ടും നിരന്തരം നിർണായകമായ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ സമയത്ത് ഇടതുമുന്നണിക്ക് സഹായകരമാകുന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ നിരവധി പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടം ഉടൻ അറസ്റ്റിലാകും എന്ന വാർത്തയാണ്. ഇതിനവർ കാരണമായി പറയുന്നത് ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് തെളിവുകൾ കൈമാറുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇരയായ പെൺകുട്ടിക്ക് എന്ത് തെളിവുകളാണ് മുഖ്യമന്ത്രിക്ക് കൈമാറാനുള്ളത്? രാഹുലുമായി അവർ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ ശബ്ദരേഖകളോ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളോ ഒരുപക്ഷെ ഗർഭചിത്രം നടത്തി എന്നതിൻ്റെ തെളിവുകളോ ഇവർ മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നിരിക്കാം. എന്നാൽ ഇവിടെയും രാഹുലിനെ ഈ ഘട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ട് വിധി എഴുതുവാൻ സാധിക്കുകയില്ല. കാരണം ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം പൂർണ്ണമായും പരസ്പര സമ്മതത്തോടു കൂടി ഉണ്ടായിരുന്നതാണ്. വൈകാരികമായ ഒരു ഫോൺ സംഭാഷണം ഭീഷണിപ്പെടുത്തലായി കണക്കാക്കാൻ സാധിക്കുകയില്ല. ആകെക്കൂടെ ഉയരുന്ന ചോദ്യം, ഗർഭചിത്രം നടത്തിയോ, അത് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെയാണോ, അത് നിയമാനുസൃതം നടത്തേണ്ട ഒരു സ്ഥലത്താണോ നടത്തിയത് എന്നീ കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും കാര്യങ്ങളിൽ രാഹുലിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്കെതിരെ കേസെടുക്കുവാനും അയാളെ അറസ്റ്റ് ചെയ്യുവാനും സാധിക്കും. എന്നിരുന്നാലും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ സമയത്ത് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ന് വേണ്ടി കളത്തിൽ ശക്തമായി ഇറങ്ങുന്ന സമയത്ത്, അയാൾ വലിയൊരു തരംഗമായി മാറുന്ന സമയത്ത് UDF-ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു ഗുണം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ തെളിവുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ന്യൂസ് മലയാളം 24/7 എന്ന ചാനലാണ്. നിരന്തരമായ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ അവർ സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ ന്യൂസ് 24/7 എന്ന വാർത്താ മാധ്യമത്തിലെ ഒരു വാർത്താ മാധ്യമ പ്രവർത്തകയുടെ ഇടപെടലുകൾ ഇപ്പോഴും ദുരൂഹമാണ്. നമുക്കറിയാം, ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക കേരളത്തിന് സുപരിചിതയായ ഒരു വ്യക്തിത്വമാണ്. അവർ ഇതിനു മുമ്പ് നിരവധി ചാനലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വാലും തലയുമില്ലാതെ ഈ ആരോപണം വന്നപ്പോൾ താനാണ് ഇതിൽ ഇരയായ വ്യക്തി എന്ന് ഇടത് പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ച് ഫേസ്ബുക്കിൽ വളരെ നിശിതമായ ഒരു വിമർശനവും ഇവർ ഒരു കുറിപ്പിൻ്റെ രൂപത്തിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീട് രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ ലക്ഷ്മി പത്മ മലക്കം മറിയുന്നതും നാം കണ്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ പിന്തുണച്ച ലക്ഷ്മി പത്മ പിന്നീട് രാഹുലിൻ്റെ നിശിത വിമർശകയായി മാറുകയായിരുന്നു. അവരുടെ സ്വകാര്യമായ സമൂഹ മാധ്യമ പ്രൊഫൈലുകളിലും അവർ അവതരിപ്പിക്കുന്ന വാർത്താമാധ്യമ പരിപാടികളിലും രാഹുലിനെ ഇവർ കടന്നാക്രമിച്ചു എന്ന് മാത്രമല്ല, സമാനമായ മറ്റൊരു വിഷയത്തിൽ വൈപ്പിൻ MLA-യെ പ്രതിരോധിക്കുവാനും ഇവർ തങ്ങളുടെ ചാനലിനെ സമർത്ഥമായി ഉപയോഗിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ന്യൂസ് മലയാളം 24/7 എന്ന വാർത്താ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ലക്ഷ്മി പത്മയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് തീർച്ചയായും അനവധി സംശയങ്ങളും ദുരൂഹതകളും ഉയർന്നു വരുന്നുണ്ട്.
അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ലക്ഷ്മി പത്മയുടെ ഈ വിഷയത്തിലെ നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒട്ടൊന്നടങ്ങിയ ഘട്ടത്തിലാണ് താൻ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ടു എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ലക്ഷ്മി പത്മ രംഗത്തെത്തിയത്. ഇരയായ പെൺകുട്ടി വലിയ ട്രോമയിലാണെന്നും അശാസ്ത്രീയമായ ഗർഭചിത്രം നടത്തിയതിൻ്റെ ശാരീരിക ക്ഷീണങ്ങളും അവശതകളും അവൾക്കുണ്ട് എന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. പിന്നീട് ഇതേ ആരോപണങ്ങൾ തന്നെ അവർ തൻ്റെ ചാനലായ ന്യൂസ് മലയാളം 24/7 അവർ അവതരിപ്പിച്ച പരിപാടിയിലൂടെ നടത്തുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ആ സംഭവം കഴിഞ്ഞ് ഏകദേശം 2 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ന്യൂസ് മലയാളം 24/7 എന്ന വാർത്താ ചാനൽ ഈ പുതിയ ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ ലക്ഷ്മി പത്മയെ നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുള്ള അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യുവാനുള്ള സാഹചര്യമുണ്ടായി. അവരിൽ നിന്ന് അവർ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് സമാഹരിച്ച് രാഹുലിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുവാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുവാനുമുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 മാസവുമായി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കരുനീക്കങ്ങളും നടത്താതിരുന്ന കേരള പോലീസ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ മുതിർന്നാൽ അത് രാഷ്ട്രീയമായി CPM-ന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവിനെതിരെ, സസ്പെൻഷനിലാണെങ്കിൽ പോലും കോൺഗ്രസ് നേതാവിനെതിരെ കൃത്യമായ ചരടുവലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ലക്ഷ്മി പത്മയ്ക്ക് ഇരയെക്കുറിച്ച് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ നീതി തേടി, ഇരയ്ക്ക് നീതി തേടി മുഖ്യമന്ത്രിയെ സമീപിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കാതിരുന്നത്? അപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി കേസെടുക്കുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ഭാവിയും ഇല്ലാതാക്കുവാൻ താൻ ജോലി ചെയ്യുന്ന മാധ്യമത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയും താൻ ഇഷ്ടപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിന് വലിയ ഉപകാരം ചെയ്തു കൊടുക്കുകയും ആവാം ലക്ഷ്മി പത്മ ചെയ്യുന്നത് എന്ന് മലയാളി, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മലയാളി ചിന്തിച്ചാൽ അതിനവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. ഇനി ലക്ഷ്മി പത്മയ്ക്ക് എന്താണ് ഇതിലെ ഹിഡൻ അജണ്ട എന്ന് ചോദിച്ചാൽ നമുക്ക് മുമ്പിൽ ചില ചരിത്ര സത്യങ്ങൾ നീണ്ടു നിവർന്നു നിൽപ്പുണ്ട്. മുൻപ് മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് ഇടതുമുന്നണിയുടെ MLA ആകുന്നതും പിന്നീട് മന്ത്രിയാകുന്നതും നാം കണ്ടിട്ടുണ്ട്. റിപ്പോർട്ടർ TV-യിൽ നിന്ന് തൻ്റെ ഓഹരി വിറ്റ് ജോലി രാജിവെച്ച് ഇടതുമുന്നണിക്ക് വേണ്ടി ശക്തനായ പ്രചാരകരായി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാറിനെയും നാം കണ്ടിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മി പത്മയ്ക്കും ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഉത്തമ ബോധ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകളുടെ ആധാരത്തിൽ ഈ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും ഇത് പുറത്തുവിട്ട ചാനലിനെതിരെയും ഇത് പങ്കുവച്ചിട്ടുള്ള ഇരയ്ക്കെതിരെയും ഹണി ട്രാപ്പിന് കേസെടുക്കുകയാണ് വേണ്ടത്. കാരണം വളരെ സ്വകാര്യമായ സംഭാഷണങ്ങൾ, വളരെ സ്വകാര്യമായ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പൊതുമധ്യത്തിൽ, പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ഒരാളെ വേട്ടയാടുകയും ചെയ്യുന്നത് തീർച്ചയായും ഹണി ട്രാപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഹണി ട്രാപ്പിൽ ഇരയാകുന്നവൻ മാത്രം പണം നൽകേണ്ടതില്ല എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ചാറ്റ് സ്ക്രീൻഷോട്ടുകളും തെളിവുകളും പുറത്തുവിടുന്നതിന് ഇരയായ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടനിലക്കാരായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിച്ചിട്ടുണ്ടോ എന്ന വസ്തുത കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയായിരിക്കും ഈ സംഭവം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ഏതാനും ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. CPM-ന്റെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും പിണറായി വിജയൻ എന്ന ഭരണാധികാരി സ്വന്തം കുഴി തോണ്ടുകയായിരിക്കും. തീർച്ചയായും ഈ ഗൂഢാലോചനകൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. UDF അധികാരത്തിലെത്തിയാലെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദവും അതിന് പിന്നിൽ ഹണി ട്രാപ്പ് കെണി ഒരുക്കിയതാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിശദാംശങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.